ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് രാഷ്ട്രീയത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ഉടുമ്പൻചോലയിൽ ഇത്തവണയും പോരാട്ടത്തിനിറങ്ങാൻ സിപിഎമ്മിന്റെ കരുത്തനായ നേതാവ് എം മണി സജ്ജനാകുന്നതായാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനകൾ. പാർട്ടിയുടെ കർശനമായ 2 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകിക്കൊണ്ട് 81കാരനായ മണിയെ തന്നെ വീണ്ടും കളത്തിലിറക്കാൻ സിപിഎം ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കേവലം ഒരു സ്ഥാനാർത്ഥി എന്നതിലുപരി ഉടുമ്പൻചോലയിൽ സിപിഎമ്മിന് എം മണി ഒരു അനിവാര്യതയായി മാറുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിനുള്ള ഉത്തരം മണ്ഡലത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലുണ്ട്. സിപിഎമ്മിന്റെ ഉറച്ച കോട്ടയായി കരുതപ്പെട്ടിരുന്ന ഉടുമ്പൻചോലയിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയാണ് പാർട്ടി നേതൃത്വത്തെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ തവണ മണ്ഡലത്തിലെ 10ൽ 10 പഞ്ചായത്തുകളിലും LDF ഭരണം ഉറപ്പാക്കിയിരുന്ന സ്ഥാനത്ത് ഇത്തവണ പകുതിയോളം പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തു. 5 പഞ്ചായത്തുകളിൽ UDF വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ വോട്ട് കണക്കുകളിലും LDFന് വലിയ വിള്ളലേറ്റു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 38,305 വോട്ടിന്റെ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് എം മണി വിജയിച്ചത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മണ്ഡലത്തിൽ 800ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം UDFന് അനുകൂലമായി മാറിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പുതുമുഖത്തെയോ അല്ലെങ്കിൽ മറ്റൊരു നേതാവിനെയോ പരീക്ഷിക്കുന്നത് മണ്ഡലം നഷ്ടപ്പെടാൻ കാരണമാകുമെന്ന് ജില്ലാ നേതൃത്വം ഭയപ്പെടുന്നുണ്ട്. തോട്ടം തൊഴിലാളികൾക്കും കർഷകർക്കുമിടയിലുള്ള മണിയുടെ സ്വാധീനം വോട്ടായി മാറ്റാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ എന്നതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. സിപിഎമ്മിൽ സാധാരണയായി നടപ്പിലാക്കാറുള്ള 2 ടേം നിബന്ധനയിൽ ഇളവ് നൽകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഉടുമ്പൻചോലയുടെ കാര്യത്തിൽ വിജയസാധ്യത എന്ന ഒരൊറ്റ ഘടകത്തിനാണ് മുൻഗണന. ഹൈറേഞ്ചിലെ സാധാരണക്കാരായ ജനങ്ങളോടും തോട്ടം തൊഴിലാളികളോടും നേരിട്ട് സംവദിക്കാൻ മണിക്കുള്ള കഴിവ് മറ്റാർക്കുമില്ല. അദ്ദേഹത്തിന്റെ നാടൻ ഭാഷയിലുള്ള സംസാരവും ഇടപെടലും മണ്ഡലത്തിൽ വലിയൊരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. MLA ആയും മന്ത്രിയായും പ്രവർത്തിച്ച കാലയളവിൽ ഉടുമ്പൻചോലയിൽ നടപ്പിലാക്കിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പ്രചാരണ ആയുധമാക്കാൻ പാർട്ടിക്ക് സാധിക്കും. റോഡുകൾ, ആശുപത്രികൾ, കുടിവെള്ള പദ്ധതികൾ എന്നിവയിൽ മണ്ഡലം കൈവരിച്ച പുരോഗതി ജനങ്ങളിലേക്ക് എത്തിക്കാൻ മണിയുടെ സാന്നിധ്യം ഗുണകരമാകും. ഇടുക്കി ജില്ലയിലെ പാർട്ടിയിൽ മണിയുടെ വാക്കുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് പാർട്ടി അണികൾക്കിടയിൽ നിരാശയുണ്ടാക്കുമെന്നും അത് വോട്ടിങ്ങിനെ ബാധിക്കുമെന്നും നേതൃത്വം കരുതുന്നുണ്ട്. 81 വയസ്സ് പിന്നിട്ട എം മണിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നത് വസ്തുതയാണ്. നടക്കാനുള്ള ബുദ്ധിമുട്ടും മറ്റ് ശാരീരിക അവശതകളും അദ്ദേഹത്തെ അലട്ടുന്നുണ്ടെങ്കിലും മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ അദ്ദേഹം ഇന്നും സജീവമാണ്. മണിയാശാൻ മണ്ഡലത്തിലുണ്ടെങ്കിൽ വോട്ടർമാർക്കിടയിൽ അതൊരു വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം പിന്മാറുമെന്ന് UDF കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അത്തരമൊരു സാധ്യതയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് CPM ജില്ലാ ഘടകം മുന്നോട്ടു പോകുന്നത്. പ്രചാരണ പ്രവർത്തനങ്ങൾ നേരത്തെ തുടങ്ങുന്നതിലൂടെ ശാരീരികമായ പരിമിതികളെ മറികടക്കാമെന്ന് പാർട്ടി വിശ്വസിക്കുന്നുമുണ്ട്. UDFന്റെ നീക്കങ്ങൾ മറുഭാഗത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം നൽകിയ ആത്മവിശ്വാസത്തിലാണ് UDF. ഉടുമ്പൻചോലയിൽ ഇത്തവണ അട്ടിമറി വിജയം നേടാമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നുമുണ്ട്. മണിയുടെ വ്യക്തിപ്രഭാവത്തെ നേരിടാൻ ജനകീയനായ ഒരു യുവ നേതാവിനെയോ അല്ലെങ്കിൽ ഹൈറേഞ്ച് മേഖലയിൽ സ്വാധീനമുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെയോ രംഗത്തിറക്കാനാണ് UDF ആലോചിക്കുന്നത്. മണിയുടെ ഭൂരിപക്ഷം കുറഞ്ഞതും തദ്ദേശ ഭരണം സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റവും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് അവർ കണക്കുകൂട്ടുന്നുമുണ്ട്. ചുരുക്കത്തിൽ ഉടുമ്പൻചോല എന്നത് CPMനെ സംബന്ധിച്ച് വെറും ഒരു മണ്ഡലമല്ല, മറിച്ച് ഇടുക്കിയിലെ പാർട്ടിയുടെ കരുത്ത് വിളിച്ചോതുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണത്തിന് മുതിരാതെ ഏറ്റവും വിശ്വസ്തനായ പോരാളിയെ തന്നെ കളത്തിലിറക്കാൻ CPM തീരുമാനിക്കുമ്പോൾ വരാനിരിക്കുന്നത് തീ പാറുന്ന പോരാട്ടമായിരിക്കും. ടേം വ്യവസ്ഥയിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായി ഇളവ് പ്രഖ്യാപിക്കുന്നതോടെ ഉടുമ്പൻചോലയിലെ തിരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമാകും. ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടായാലും വിജയം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആശാൻ വീണ്ടും ജനവിധി തേടുമ്പോൾ ഉടുമ്പൻചോല ആർക്കൊപ്പം നിൽക്കുമെന്ന് അറിയാൻ കേരളം ഒന്നടങ്കം കാത്തിരിക്കുകയാണ്.